subset of R. So നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഒരു തിയറം പ്രൂവ് ചെയ്തിരുന്നു. ദാറ്റ് മീൻസ് ഈക്വാലന്റ് കണ്ടീഷൻസ് ഫോർ എ സെറ്റ് ടു ബി കൗണ്ടബിൾ. അതിൽ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഈക്വാലന്റ്. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വാസ് S is countable. Then the second statement was there exists a surjection from N to S. And the third statement was there exists an injection from S to N. ഇതാണ് നമ്മൾ ഈക്വാലന്റ് കണ്ടീഷൻസ് ആയിട്ട് പറഞ്ഞത്. ഇവരെല്ലാവരും ഈക്വാലന്റ് ആണ്. Then അതിനു മുമ്പ് ഒരു സെഷനിൽ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു the set n cross n Cartesian product of natural numbers with itself is denumerable. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ തിയറം യൂസ് ചെയ്യും. Then n cross n denumerable ആണ് എന്നുള്ള ഈ റിസൾട്ടും നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? We say that this is a theorem. The set of all rationals Q is countable. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് പ്രൂഫിന് മുമ്പായിട്ട് ഈ Q എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിനെ എനിക്ക് മൂന്നാക്കി സ്പ്ലിറ്റ് ചെയ്യാം. Q പ്ലസ് യൂണിയൻ, Q മൈനസ് യൂണിയൻ, set 0. What is Q plus? Q plus means set of all positive rationals. We are considering only positive rational numbers. Q minus is set of all negative rationals and set 0. So if we take the union of all positive rationals, all negative rationals and 0, we will get the set of all rational numbers. ഇവിടെ ഞാൻ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് this Q plus is countable എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. Then പിന്നെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. So first I am going to prove that Q plus is countable. Q plus countable ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് Q plus? Q plus is set of all m by n where m and n are natural numbers എന്ന് നമുക്ക് പറയാം. സാധാരണഗതിയിൽ നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ p by q where p and q are integers and q not equal to 0 എന്നാണ് പറയുക. ഇവിടെ നമ്മൾ പോസിറ്റീവ് റാഷണൽസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന്റെ റേഷ്യോ ഫോമിൽ അവരെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നൗ നമ്മൾ ഓൾറെഡി n ക്രോസ് n ഡെന്യൂമറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. n ക്രോസ് n, വാട്ട് ഇസ് n ക്രോസ് n? N cross n is, this is equal to set of all ordered pair mn where m and n are natural numbers. So ഇവിടെ നമ്മൾ ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഈ മാപ്പിംഗ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ n ക്രോസ് n ൽ നിന്ന് q പ്ലസിലേക്ക് ഞാനൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യണം. സോ ഡിഫൈൻ f, ഇഷ്ടമുള്ള പേര് കൊടുക്കാം, f ഫ്രം n cross n to q plus as ordered pair mn maps to m by n. Ordered pair mn നെ നമ്മൾ m by n ലേക്ക് മാപ്പ് ചെയ്യുന്നു. നേരെ f of mn എന്ന് പറഞ്ഞാൽ m by n ആണ്. ഓക്കെ, അങ്ങനെ എഴുതുന്നതിന് പകരം f of ordered pair mn is equal to m by n. ഇതാണ് നമ്മുടെ മാപ്പിംഗ്. ഈ മാപ്പിംഗ് ബൈജക്ഷൻ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെദർ ദിസ് ഈസ് എ ബൈജക്ഷൻ.
ബൈജക്ഷൻ ആണോ എന്ന് അറിയാൻ ആദ്യം നമുക്കിത് ഇൻജക്ഷൻ ആണോ എന്ന് നോക്കണം. അപ്പൊ ഞാൻ നോക്കി, വാട്ട് ഇസ് എഫ് ഓഫ് ഓർഡേർഡ് പെയർ 1 2? ഇറ്റ് ഇസ് 1/2. What is f of ordered pair 2 4? This is 2/4, which is again 1/2. So നമുക്കറിയാം ordered pair 1 2 is not same as ordered pair 2 4. കാരണം രണ്ട് എന്താ പറയാ, ഒരു ഓർഡേർഡ് പെയർ എ ബിയും ഓർഡേർഡ് പെയർ സി ഡിയും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ എ ഈക്വൽ ടു സി ആയിരിക്കണം, ബി ഈക്വൽ ടു ഡി ആയിരിക്കണം. ഇവിടെ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഓർഡേർഡ് പെയർസ് ഈക്വൽ അല്ല, ബട്ട് ദേ ഹാവ് ദ സെയിം എഫ് ഓഫ് 1 2 എന്ന് പറയുന്നതും എഫ് ഓഫ് 2 4 എന്ന് പറയുന്നതും സെയിം തന്നെയായിട്ട് കിട്ടി. അപ്പൊ എന്തായാലും നമ്മൾ ഡിഫൈൻ ചെയ്ത എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് ഇസ് നോട്ട് ആൻ ഇൻജക്ഷൻ. ഇത് ഇൻജക്ഷൻ അല്ല എന്ന് ഉറപ്പാണ്. ഇനി സർജക്ഷൻ ആണോ? സർജക്ഷൻ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഒരു എലമെന്റ് സേ y ഫ്രം q പ്ലസ് എടുത്തു. സോ y ഈസ് ഓഫ് ദ ഫോം m/n where m and n are natural numbers. എന്തായാലും q പ്ലസിലുള്ള ഏത് എലമെന്റ് y എടുത്താലും അത് m/n ഫോമിലുള്ളതായിരിക്കും. ഈ m/n എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് f ഓഫ് mn ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് ഇറ്റ് ഈസ് എ സർജക്ഷൻ. അത് ഇൻജക്ഷൻ അല്ലെങ്കിലും സർജക്ഷൻ ഫ്രം n ക്രോസ് n ടു s ആണ്. ഓക്കെ, ഇനി ഓൾറെഡി നമുക്ക് n ക്രോസ് n എന്യൂമറബിൾ ആണ്. n ക്രോസ് n എന്യൂമറബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ സിൻസ് n ക്രോസ് n ഈസ് ഡെന്യൂമറബിൾ, ഡെന്യൂമറബിൾ എന്ന് എപ്പോഴാണ് നമ്മൾ പറയുക? There exists a bijection. ആ ബൈജക്ഷനെ ഞാൻ G എന്ന് വിളിക്കുകയാണ്. ഫ്രം n ടു n ക്രോസ് n, n-ൽ നിന്ന് n ക്രോസ് n-ലേക്ക് അല്ലെങ്കിൽ n ക്രോസ് n-ൽ നിന്ന് n-ലേക്ക്, that doesn't matter. ഇവിടെ ഞാൻ എടുക്കുന്നത് n-ൽ നിന്ന് n ക്രോസ് n-ലേക്കുള്ള ഒരു ബൈജക്ഷൻ എക്സിസ്റ്റ് ചെയ്യും. Because n ക്രോസ് n is denumerable, then there exists such a bijection. Okay, ഈ ബൈജക്ഷൻ എന്ന് വെച്ചാൽ that itself is a surjection. ഇത് തന്നെ ഒരു സർജക്ഷൻ ആണ്. So we have a surjection G from n to n cross n, and there exists a surjection F എവിടെ നിന്ന് എങ്ങോട്ടാണ്? From n cross n to q plus. ഇവരുടെ രണ്ടുപേരുടെയും കോമ്പോസിഷൻ എടുക്കുക. ഏത് കോമ്പോസിഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്? F composite G. F composite G will be from n to q plus. ഇതും ഒരു സർജക്ഷൻ ആയിരിക്കും. കാരണം രണ്ട് സർജക്ഷൻസിന്റെ കോമ്പോസിഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് q പ്ലസിലേക്ക് ഒരു സർജക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് കിട്ടി. സോ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് if there exists a surjection from n to s, then s is countable. നമ്മുടെ തിയറം പറയുന്നു. ഈ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഈക്വാലന്റ് ആണെന്നാണല്ലോ പറയുന്നത്. സോ if there exists a surjection from n to s, then s is countable. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? There exists a surjection from n to q plus. Therefore, q plus is countable. ഇവിടെ q പ്ലസ് കൗണ്ടബിൾ ആണെന്ന് കിട്ടി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ I am defining a function h from q plus to q minus. പോസിറ്റീവ് റാഷണൽസിൽ നിന്ന് നെഗറ്റീവ് റാഷണൽസിലേക്ക് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. h of m/n ഈക്വൽ ടു മൈനസ് m/n. ഇതാണ് എൻ്റെ ഫംഗ്ഷൻ. ഉറപ്പായിട്ടും ഇതൊരു ബൈജക്ഷൻ ആണല്ലോ. H is a bijection. എന്താ കിട്ടിയത്?
Q പ്ലസും Q മൈനസും തമ്മിൽ ഒരു ബൈജക്ഷൻ ഉണ്ട്. There exists a bijection between Q plus and Q minus. അതിൽ Q plus കൗണ്ടബിൾ ആണ്. അപ്പൊ നാച്ചുറലി Q മൈനസും ആരായേ പറ്റൂ? കൗണ്ടബിൾ തന്നെ. So therefore Q minus is countable. ഇനി അടുത്ത ആളാണ് ബാക്കിയുള്ളതാണ് സെറ്റ് 0. ഇതിൽ ഒരു എലമെന്റ് ആണുള്ളത്. So this is a finite set. Finite set ആണെങ്കിൽ സെറ്റ് 0യും ആര് തന്നെയായി? കൗണ്ടബിൾ ആയി. അപ്പൊ നമുക്ക് എന്തൊക്കെയാ കിട്ടിയത്? Q plus കൗണ്ടബിൾ ആണ്, Q minus കൗണ്ടബിൾ ആണ്, സെറ്റ് 0യും കൗണ്ടബിൾ ആണ്. അപ്പൊ പിന്നെ Q which is equal to Q plus union Q minus union set 0 is a countable set. Okay. പിന്നെ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് prove that Q set of all rationals is a denumerable set എന്നായിരുന്നെങ്കിൽ, ഇതിപ്പോ കൗണ്ടബിൾ ആണെന്ന് കിട്ടി അല്ലേ? കൗണ്ടബിൾ ആവുക എപ്പോഴൊക്കെയാണ്? ഒന്നുകിൽ ഫൈനൈറ്റ് അല്ലെങ്കിൽ ഡെന്യൂമറബിൾ ആവണം. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ഫൈനൈറ്റ് ആണോ? അല്ല. അപ്പൊ പിന്നെ അതെന്തായിരിക്കും? ഡെന്യൂമറബിൾ ആയിരിക്കും. സോ a set is countable if it is either finite, ഒന്നുകിൽ അത് ഫൈനൈറ്റ് ആവണം, or അത് ഡെന്യൂമറബിൾ ആവണം. But here Q is countable. Q countable ആണെന്ന് ഇപ്പൊ നമുക്ക് കിട്ടി. പക്ഷെ Q ആരല്ല? Q is not finite. കാരണം എല്ലാ നാച്ചുറൽ നമ്പേഴ്സും അവിടെ ഉണ്ട്. അത് തന്നെ ഇൻഫിനിറ്റ്ലി മെനി ആൾക്കാരായി. സോ Q is not finite. അപ്പൊ പിന്നെ Q ആരായിരിക്കണം? Q is denumerable. സോ ഇങ്ങനെ നമുക്ക് set of all rational numbers is a countable set. Set of all rational numbers is a denumerable set എന്നിങ്ങനെ പ്രൂവ് ചെയ്യാം. ഓക്കെ. ഇനി കൗണ്ടബിലിറ്റിയെ കുറിച്ചുള്ള അടുത്ത തിയറവും പിന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു തിയറാണ് കാന്റേഴ്സ് തിയറം. ഇത് രണ്ടും നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. ഇതുവരെയുള്ളതെല്ലാം ശ്രദ്ധിച്ചു പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.